ഹലോ ഗൈസ്, കോക്കാച്ചി ന്യൂക്കയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു മാൻ പവർ ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് സ്വിറ്റ്സർലാൻഡിൽ എങ്ങനെ ഒരു ജോലി കണ്ടുപിടിക്കാം, 2024 സ്വിറ്റ്സർലാൻഡിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ള ജോലി ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. നിരവധി ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്നതും എന്നാൽ ഒരുപാട് ഇന്ത്യക്കാർ പോകാൻ ആഗ്രഹിക്കുന്ന യൂറോപ്യൻ കൺട്രീസിൽ പെടുന്ന ഒരു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. ഇവിടെ സ്കിൽഡ് അൺസ്കിൽഡ് മേഖലയിൽ നിരവധി തൊഴിലവസരങ്ങളും ഇപ്പോഴും ഉള്ളതാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇനി ഹോസ്പിറ്റാലിറ്റി ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കുക്ക്, ഷെഫ്, കിച്ചൺ അസിസ്റ്റന്റ്, വെയിറ്റേഴ്സ്, ബാർടെൻഡേഴ്സ് ഈ മേഖലയിലെല്ലാം നിരവധി തൊഴിലവസരങ്ങൾ ഉള്ളതായാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഹെൽത്ത് കെയർ സെക്ടർ, IT സെക്ടർ ലൈക്ക് ഡോക്ടേഴ്സ്, ലാബ് ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ് ആൻഡ് അക്കൗണ്ടൻസ് ഈ മേഖലയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ ഈസി ആയി തന്നെ അപ്ലൈ ആവുന്നതാണ്. ഇനി കൺസ്ട്രക്ഷൻ ഫീൽഡ്, ട്രാൻസ്പോർട്ടേഷൻ, ലോജിസ്റ്റിക്സ് ഫീൽഡിലും വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ട്രക്ക് ഡ്രൈവേഴ്സ്, വാൻ ഡ്രൈവേഴ്സ്, ഡെലിവറി ഡ്രൈവേഴ്സ്, വെയർഹൗസ് വർക്കേഴ്സ്, എഞ്ചിനീയേഴ്സ്, സൂപ്പർവൈസേഴ്സ്, വെൽഡേഴ്സ്, കാർപ്പന്റേഴ്സ്, ഇലക്ട്രീഷ്യൻ ഈ ജോലികളെല്ലാം 2024 ഷോർട്ടേജ് ലിസ്റ്റിലുള്ള തന്നെയാണ്. ഫോറിനേഴ്സിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന വിസയെ ഡി വിസ എന്നാണ് പറയുന്നത്. ഈ ഒരു വർക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ ലീഗലി നിങ്ങൾക്ക് സ്വിറ്റ്സർലാൻഡിൽ വർക്ക് ചെയ്യാവുന്നതാണ്. മാത്രമല്ല, യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ മറ്റു യൂറോപ്യൻ കൺട്രീസ് ഒക്കെ നിങ്ങൾക്ക് ഈസിയായി ട്രാവൽ ചെയ്യാവുന്നതാണ്. ഇനി സ്കിൽഡ് മേഖലയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, IELTS ആവശ്യമുണ്ട്. ഇനി അൺസ്കിൽഡ് മേഖലയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ IELTS ആവശ്യം വരുന്നില്ല. വെയിറ്റർ, വെൽഡർ, കുക്ക്, ഷെഫ്, കാർപ്പന്റേഴ്സ് ഈ മേഖലയിലെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ്. ഏകദേശം 3 to 4 lakhs വരെ സ്വിറ്റ്സർലാൻഡിൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല, ജീവിത ചെലവ് വളരെ കൂടിയ ഒരു രാജ്യം കൂടിയാണ് സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡിൽ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ഇംഗ്ലീഷ് മാത്രം സംസാരിച്ചാൽ അവിടെ ഒരു ജോലി ലഭിക്കുമോ എന്നുള്ളത്. ഇറ്റാലിയൻ, ജർമ്മൻ, ഫ്രഞ്ച് ആണ് സ്വിറ്റ്സർലാൻഡിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അവിടുത്തെ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ളത്. നാഷണൽ ലാംഗ്വേജിലും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ് സ്വിറ്റ്സർലാൻഡിലുള്ളത്. അതുകൊണ്ട് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്നവരാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് ജോലി ലഭിക്കാനായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടില്ല. സ്വിറ്റ്സർലാൻഡിന്റെ പല മേഖലയിലും പല ഭാഷകളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് സംസാരിക്കുന്ന മേഖലയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് സംസാരിക്കുന്നവർക്ക് അവിടെ മുൻഗണന ഉണ്ടാകും. ഇംഗ്ലീഷ് കൂടാതെ മറ്റൊരു ലാംഗ്വേജ് അറിയണമെന്ന യാതൊരു നിർബന്ധവും സ്വിറ്റ്സർലാൻഡിൽ ഇല്ല. കെയർ ഹോമിൽ കൂടുതൽ വയസ്സായ ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ജർമ്മൻ ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത്. കെയർ മേഖലയിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിലും ജർമ്മൻ ലാംഗ്വേജ് സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കെയർ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാം. വേൾഡിൽ തന്നെ റിച്ചസ്റ്റ് കൺട്രികളിൽ ഒന്നാണ് സ്വിറ്റ്സർലാൻഡ്. പണ്ട് ജർമ്മൻ സാമ്രാജ്യത്തിന്റെ കീഴിലായതുകൊണ്ടാണ് സ്വിറ്റ്സർലാൻഡിൽ കൂടുതൽ ആളുകളും ജർമ്മൻ സംസാരിക്കുന്നത്. കൂടാതെ മൃഗങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് സ്വിറ്റ്സർലാൻഡ്. മൾട്ടികൾച്ചർ രാജ്യമായതുകൊണ്ട് തന്നെ ഇവിടെ റേസിസം കുറവായിരിക്കും. കൂടാതെ വളരെ നല്ല ചോക്ലേറ്റിന്റെ പേരിലും അറിയപ്പെടുന്ന രാജ്യം കൂടിയാണ് സ്വിറ്റ്സർലാൻഡ്. ഇനി ഒരു മാൻ പവർ ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് ഒരു പൈസ പോലും ചെലവില്ലാതെ നമുക്ക് സ്വിറ്റ്സർലാൻഡിൽ എങ്ങനെ ഒരു ജോലി കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ആദ്യം തന്നെ ഗൂഗിൾ ക്രോമിൽ പോയി കഴിഞ്ഞിട്ട് manpower.ch എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സൈറ്റ് ഓപ്പണായി വരും. നമുക്കതിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കാരണം വേറെ ലാംഗ്വേജും ആയിരിക്കും. ഇവിടെ നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് അടിച്ചു കൊടുക്കുക, കാരണം അവിടുത്തെ ജോലിയാണ് നമ്മൾ നോക്കുന്നത്. എന്നിട്ട് ഫൈൻഡ് എ പൊസിഷൻ കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം നമ്മൾ വേറൊരു സൈറ്റിലേക്ക് കയറും. ഇതിൽ ജോബ് വേക്കൻസി കാണാം. ഏകദേശം 3161 വേക്കൻസീസ് കാണിക്കുന്നുണ്ട്. കോൺട്രാക്ട് വർക്കർ, ഡിസൈനർ, പെയിൻറ്റർ, ഹൗസ് കീപ്പേഴ്സ്, ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് വേക്കൻസീസ് ഈ സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതൊരു മാൻ പവർ ഏജൻസി തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് പേജുകളുണ്ട്, ഏകദേശം 317 പേജുകൾ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടിച്ച് നോക്കാം. ഇതിലും കാണിക്കുന്നുണ്ട് പൗഡർ കോട്ടർ. ഇങ്ങനെ നിരവധി വേക്കൻസീസ് ഈ സൈറ്റിൽ അവൈലബിൾ ആണ്. പെയിൻറ്റർ, അങ്ങനെ ഒരുപാട് വേക്കൻസി നിങ്ങൾക്ക് തന്നെ കാണാം. പ്രോജക്റ്റ് മാനേജർ, സാനിറ്ററി ഇൻസ്റ്റാളർ, ഓട്ടോമൊബൈൽ മെക്കാനിക് അങ്ങനെ തുടങ്ങി ഒരുപാട് വേക്കൻസീസ്. ഡ്രൈവർ, കോൺട്രാക്ടർ, ഹീറ്റിംഗ് ഇൻസ്റ്റാളർ, സർവീസ് ടെക്നീഷ്യൻ അങ്ങനെ വേക്കൻസീസ് ഉണ്ട്. ഇതിൽ പേജായിട്ട് കുറേ കിടക്കുന്നുണ്ട്. നമുക്ക് തന്നെ പോയി നോക്കി കാണാൻ പറ്റും. ഇതിലിട്ട് താഴോട്ട് നമുക്ക് പോയിട്ട് ഒരെണ്ണത്തിന് അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്കൊരു പെയിൻറ്ററിൻ്റെ അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ജൂലൈ 29 റെഫറൻസ് നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ നൗ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. താഴെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണോ അതൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു മെയിൽ ID അവിടെ കൊടുത്തിട്ടുണ്ട്. ആ മെയിലിലോട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം, ഡയറക്റ്റ് മെയിൽ അയക്കാം. നിങ്ങളുടെ CVയും കവർ ലെറ്ററും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ജോബിന് ചൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു മെയിൽ അയക്കാം. ഇവിടെ അപ്ലൈ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു പേജ് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതിൽ നമ്മുടെ പേര്, ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുക്കാനായിട്ട് പറ്റും. CV ഇതൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഡോക്യുമെൻറ്റ്സ്, കവർ ലെറ്റർ ഇതൊക്കെ കൊടുക്കാം. പിന്നെ അക്സെപ്റ്റ് ചെയ്യുക, യെസ് കൊടുത്തുകൊണ്ട് നമ്മളിതിന് അപ്ലൈ ചെയ്യാം. നമ്മുടെ മൊബൈൽ നമ്പറും മെയിൽ ID ഇതൊക്കെ ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇനി അക്കൗണ്ടൻറ്റ് വേക്കൻസിയും കൂടെ ഒന്ന് നോക്കി നോക്കാം. ഇതിൽ പോയിട്ട് ജോബ് ടൈറ്റിൽ അക്കൗണ്ടൻ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സെർച്ച് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സെർച്ച് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരുപാട് വേക്കൻസി പേജായിട്ട് നമുക്ക് കാണിക്കും. അപ്പോൾ അത് നമുക്ക് ഏതാണോ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ടീം ലീഡറിൻ്റെ വേക്കൻസി കാണിക്കുന്നുണ്ട്, ബുക്ക് ഹോൾഡർ കാണിക്കുന്നുണ്ട്, അക്കൗണ്ടൻറ്റ് കാണിക്കുന്നുണ്ട്.
ഇങ്ങനെ ഒരുപാട് വേക്കൻസിയിൽ കാണിക്കുന്നുണ്ട് പേറോൾ സ്പെഷ്യലിസ്റ്റ്. ഇനി നമുക്ക് ഡ്രൈവറിൻ്റെ ഒന്ന് കൊടുത്തു നോക്കാം. ഡ്രൈവറിനെ നമ്മളൊന്ന് സെർച്ച് ചെയ്യുക, ഇതേപോലെ തന്നെ സെർച്ച് ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ സെർച്ച് ചെയ്യുമ്പോൾ പേജായിട്ട് കാണിക്കാൻ പറ്റും. സ്റ്റാപ്ലർ, അതേപോലെ CE ഡ്രൈവർ കാറ്റഗറി, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. ഇതിൽ സീ മോർ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമുക്ക് മുൻപ് അപ്ലൈ ചെയ്ത പോലെ നമ്മുടെ പേരും ഡീറ്റെയിൽസും അതേപോലെ തന്നെ നമ്മുടെ CV ഇതൊക്കെ അപ്ലോഡ് ചെയ്യാം. CV അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ATS ഫ്രണ്ട്ലി ആയിരിക്കണം. ഇത്രയ്ക്കുള്ളതിൽ നമുക്ക് നോക്കി കാണാൻ താഴെ ആ മെയിൽ ID യിലോട്ട് മെയിൽ അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കൂടാതെ ആ മെയിൽ ID യിലേക്കും കൂടെ നമ്മളൊരു മെയിൽ അയച്ചൊന്ന് കൺഫേം ചെയ്യുക. ഈ ഒരു വെബ്സൈറ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പോയി അപ്ലൈ ചെയ്യാം. ഒരു ഏജന്റിന്റെ സഹായമില്ലാതെ ഈ വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പൈസ പോലും ചെലവില്ലാതെ നിങ്ങൾക്ക് തന്നെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് മാത്രമേ നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെയൊക്കെ ജോലി ഒഴിവുകളുണ്ടെന്ന് അറിഞ്ഞ് ഒരു ഏജന്റിനും പോയി പൈസ കൊടുക്കാനായിട്ട് ഈ വീഡിയോയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ നമ്മുടെ ചാനലിൽ ചെയ്യുന്ന വീഡിയോയിലും എനിക്ക് പേഴ്സണലി വരുന്ന മെസ്സേജിലും പലരും ചോദിക്കുന്ന ഡൗട്ടാണ്, ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോബ് പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ ചെയ്തിട്ട് കുറെ നാളായി വെയിറ്റ് ചെയ്യുന്നു, ഇതുവരെ അവിടെ നിന്ന് ഒരു റിപ്ലൈ കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ അടുത്തേക്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ റെസ്യൂം ATS ഫ്രണ്ട്ലി ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. കാരണം വേറെ ഒന്നുമല്ല, മുൻപത്തെ പോലെ ഇത് ഡയറക്റ്റ് നമ്മുടെ റെസ്യൂം ഒന്നും എംപ്ലോയർ അല്ല വായിക്കുന്നത്. ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ATS ഫ്രണ്ട്ലി ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുക. ഇനി ഇതൊക്കെ നടക്കുമോ എന്ന് ഡൗട്ട് ഉള്ളവരടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ നമ്മൾ മുൻപ് ജർമ്മനിയിൽ ജോബ് പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ട് പോയ ഒരാളുടെ വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് പോയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്